ഞങ്ങൾ കുമ്പളത്തിന് ഇന്ന് എന്താ കറി വെക്കണത് കുഞ്ഞ്? സാമ്പാർ വൈകുന്നേരം. ഇതിപ്പോ ആർക്കും വേണ്ടത്ര സുഖന്നെ താളിക്ക പോരെ. വേറെന്തെങ്കിലും വേണോ? വേണ്ട. സോനിയ ഈ വാഴ മേലെ കയറിയിട്ട് 4 കുമ്പളത്തിന്റെ ഇല വിളിക്ക. ഇഷ്ടം പോലെ നല്ല നല്ല കുമ്പളത്തിന്റെ ഉണ്ട്. ആ വരിയാക്കി ഇവിടെ നിന്ന് 4 നുള്ളിക്കോ. നല്ല ഇല അതിലാണല്ലേ? ആ നല്ല ഇല അതിലാണ് നിക്കണേ. ഒരു 4 നുള്ളടി. ഇത് കുമ്പളത്തിന്റെ ഇല തന്നെയല്ലേ? അത് മത്തന്നെയാണ് അപ്പുറത്തല്ലേ? ഇത് മത്ത, ഇത് കുമ്പളം. മത്തന്റെ ഇലയും കുമ്പളത്തിന്റെ ഇലയും ഒരു 4 നുള്ളാൻ അറിയില്ല പറഞ്ഞാലേ. അതാണ് അപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ സമ്മതിച്ചോള് ഹൈറ്റ് ഇല്ല എന്നുള്ളത്. കുമ്പളത്തിന്റെ ഇല എങ്ങനെ നുള്ളിയെടുക്കണം എന്നറിയോ? അതങ്ങനെ എടുക്കണം. ഇന്നത്തെ കറി എന്താണെന്നറിയോ സൂന്യെ? എന്താണ്? കുമ്പളത്തിന്റെ ഇല കുമ്പളത്തിന്റെ ഇല താളിക്ക. കുമ്പളങ്ങൊന്നും ആയിട്ടില്ല. ഇല കഴിഞ്ഞപ്പോ പ്രാവശ്യം കൂനൊന്നും കിട്ടിയില്ലല്ലേ? കൂനുണ്ടാവേണ്ട സമയം. പ്രാവശ്യം കൂനെന്താ കിട്ടാന്നാണാവോ അല്ലേ? നമുക്ക് സാധാരണ നല്ലതാണ്. കഴുകി ഇഷ്ടം പോലെ ഉണ്ടാവേണ്ടതാ. 3-4 പ്രാവശ്യമൊക്കെ കിട്ടാനുണ്ട്. അതിനവിടെ പോയി നോക്കിക്കണോ? ഓ അതൊക്കെ വീട്ടിന് മുറ്റത്ത് തന്നെ ഉണ്ടാവില്ലേ? ആ കോഴിക്കോട്ടിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവില്ലേ? ആ അതിന് അവിടെ നിന്ന് പോയി നോക്കണേ. ഇപ്രാവശ്യം ചിലപ്പോ അത് കൂടെ അങ്ങനെ മത്തമ്പള്ളി പടർന്നുകൊണ്ട് ആ കിണറിന്റെ ഭാഗത്തൊക്കെ ഉണ്ടാവില്ലേ? അതിനൊക്കെ ഉണ്ടാവും. അതെ അതെ, ഞാനവളാണ് കാണല്. കൂനും മീനും നോക്കുന്നുണ്ട് ദിവസങ്ങളായി അവിടെ. അല്ലേ, കൂനും മീനും കാണാനൊരു ഭാഗ്യമാണ്. മീന് കിട്ടാനും കൂന് കിട്ടാനൊക്കെ ഒരു ഭാഗ്യമാണ്. ആ മീനും കൂനും അങ്ങനെ എല്ലാവരുടെയും കിട്ടില്ല. അതെല്ലാവർക്കും വൈകുന്നേരം വരെ വെള്ളത്തിൽ നോക്കിയിരിക്കാന്നല്ല, മീൻ കിട്ടില്ല. അതൊക്കെ ഒരു ഭാഗ്യാണ്. നല്ല കാറ്റ് വീശിട്ടുണ്ട്. മഴ പോയി ഇത് മതി നമുക്ക് താളിക്കല്ലേ വേണം. കുമ്പളത്തിൻ്റെ ഇല കുറച്ചേ വേണ്ടുള്ളൂ. ഇതധികം എന്താ എടുക്കുകയൊക്കെ ചെയ്യാം. കുറച്ചും കൂടിയൊക്കെ എടുക്കാം. ചൂടോടെ തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ തണുക്കത്തെ കഴിക്കും. അതിനിത് ഇട്ടിടുമ്പോൾ തന്നെ എടുക്കണേ, വാങ്ങണേ. അങ്ങനെയാണ്. തിളയ്ക്കാൻ പാടില്ല. തിള വരുമ്പോഴേക്കും നമ്മളിത് വാങ്ങിയേക്കണം. മതിയില്ലേ? അല്ല അത് മതി. ഇത് മതി. ഇതും കൂടെ ഒരു കുറച്ച് വാഴയില കിട്ടുകയാണെങ്കിൽ കയ്യിലിട്ടിരുന്ന് നോക്കിയല്ലേ. ചീര ഒന്നും കിട്ടില്ല. ചീര ഉണ്ട് കേട്ടോ. എവിടെ? കടയിൽ. ഇവിടെ ഉച്ചമ്പളത്തെ കറി എന്താണെന്നറിയോ? കുമ്പളത്തിൻ്റെ ഇല താളിക്കുക. അതാണ് നമുക്കിത് വെക്കണത്. നടക്കുന്നത് ചക്ക ഉണ്ട്, നിൽക്കണം, നിർത്താം. ചക്ക നല്ലൊരു ചക്ക ഉണ്ട് കേട്ടോ. അതില് മുകളിലുണ്ട്. ഉണ്ടായിട്ടുള്ള കാര്യം നല്ല ചക്ക ഉണ്ട്. പൊടുക്കലുള്ള ഒന്നുണ്ട്. 2-3 കൊത്തിക്കുണ്ടല്ലേ? ആരായിനങ്ങോട്ട് കേറുന്നു? മേപ്പിട്ട് നോക്കിയിട്ട് എന്താ കാര്യം? കയ്യും കാലും അതാണ്ട് അതിലും ഇഷ്ടം പോലെ ഉണ്ട്. ആരെങ്കിലും വന്ന് ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല. ആദ്യത്തെ പിന്നെ സാധാരണ കിട്ടില്ല. അതിങ്ങനെ മാങ്ങ വീഴുമാര് വീണ് പോക്കാം. മാങ്ങ ഉണ്ടായിട്ട് ഇപ്പം എന്താ കാര്യം? അതാ ആ മൂലയിലുണ്ടാവില്ല. തൊടിയിൽ രാവിലെ വലിയ വലിയ ചക്കാള് പഴുത്ത് പോകാന്നല്ലാണ്ട് ഒരു പാകമല്ല. മോള് വരെ മാങ്ങ ചക്ക ടേസ്റ്റിലാണ്ടേ മഴ പെയ്തിട്ട് ഇപ്പോഴൊന്നും ആയിട്ടില്ല. മഴ പെയ്ത് നല്ല വെള്ളം ഇറങ്ങണം. ഇപ്പൊന്നും വെള്ളം ഇറങ്ങാനായിട്ട്. ഇന്നലെ സുവിന് ചക്ക വിളിച്ചു വെച്ചാൽ മധുരണ്ടാ? മധുരണ്ടാ? അല്ല, പൊന്നൂര് വർഷം കൊണ്ട് കൊണ്ടുവന്നത് കൂടെ വരുന്നുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ ചക്കക്കുരു ചക്കക്കുരു മുഴുവനും പറക്കിക്കൊണ്ടുപോകും. ഇപ്പൊ ചക്കയുടെ വീട്ടിലൊക്കെ പോയ ഒരു ചക്കക്കുരു ഒരു മനുഷ്യന് വേണ്ട. പണ്ട് ഇത് ഉപ്പേരി വെക്കും. ഈ വാതിലേ ഒന്ന് അടക്കിട്ടോ. ആരെങ്കിലും ഇതിനെ ഓടിക്കേറിയാ അറിയില്ല. ഇന്നലെ ഞാൻ അതേ പൂമ്പണ്ട് വാതിൽ തുറന്നിട്ടിട്ട് മൊത്തം ഏതേട്ടനാണെങ്കിലും നായ്ക്കള് കേറിയിട്ട് അവിടെ കേറിയിരിക്കും. നായ കയറിയിട്ട് സുഖന്റെ കട്ടിലടിയിൽ കിടന്നത്.
ഏ ആ ഇതിന്റെ ഉള്ളിലോ? അവളെ റൂമിന്റെ കട്ടിലടിയിൽ അത് തലയ്ക്ക് വെട്ടുകൊണ്ടിട്ടേ ആ നായ്ക്ക് വേദനിച്ചിട്ടേ ഞങ്ങളെല്ലാരും ഉണ്ടായിരുന്നോ? എല്ലാരും ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴാ കേറിയെന്നൊന്നും അറിയില്ല. എന്തോ ഒരു നാറ്റം, വല്ലാത്തൊരു നാറ്റം ആ ഒരു ജാതി കഴുത്തിനില്ലേ എല്ലാരും പറയണ്ട. അത് നമ്മള് ആ പെരയിലൊക്കെ പോയിരുന്നറിഞ്ഞില്ലേ ആ ആ നായ നാറിയിട്ട്. അവസാനം എന്ത് കട്ടിലടി കിടക്കും. ഈ റംബൂട്ടാൻ എന്താ കായ്ക്കാത്ത? അവരുടെ ആ റംബൂട്ടാനിൽ എത്ര കായാണ് ആ അവര് കാച്ചു അല്ലേ? ഇതിൽ ഉപ്പിട്ട് ഇത് കൊടുക്കാൻ 3 കൊല്ലായി കഴിഞ്ഞ് കായ്ക്കെന്ന് പറഞ്ഞ 3 കൊല്ലം 4ാമത്തെ കൊല്ലേ അടുത്തല്ല എന്തായാലും കായ്ക്കുണ്ടാവും. കായ്ക്കുണ്ടാവും. ഇനി ഇതില് വല്ല പൊടിക്കൈ എന്തെങ്കിലും ചെയ്യണ്ട. എന്താ ഉപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാലും സതി. ഉപ്പോ? കല്ലുപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞത്ര ആരോ. അതെ അജി പറഞ്ഞു കല്ലുപ്പിട്ട് കൊടുക്കാം. എന്താ വെച്ചാ കായ വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു അല്ലേ? ആ കായ ഇപ്പൊ സമയം കഴിഞ്ഞു. പഴുത്തിട്ട് അറുത്തില്ല ഇപ്പൊ അതൊക്കെ അവര്. ഉണ്ടാവുകയാണ് കടിപൊളിയായിരുന്നു. ഉണ്ടാവട്ടെ. ഇവിടെ അല്ലേ കൂന് നോക്കല്? അന്നും ഇവിടെ അല്ലായിരുന്നു കണ്ട്. ഏത് കൂനല്ലേ? ആ ഈ ഭാഗത്തുണ്ടായിരുന്നു, അപ്പുറത്ത് കിണറിന്റെ ആ ഭാഗത്തുണ്ടായിരുന്നു. ഇല്ല ഇല്ലേ ഒന്നുമില്ല. ഞാൻ ദിവസം നോക്കണ്ടേ. ഇടി പോറാൻ തുടങ്ങിയിട്ടില്ലല്ലോ അല്ലേ? അതെ ശരിക്കുള്ള ഇടി മുടക്കം വന്നിട്ടില്ല. തൊള്ളയിലില്ലേ എന്റെ കൂടിന്റെ അടി നേരെ കളഞ്ഞപ്പോ ആ കൂടെ മാറ്റണേ. തൽക്കാലത്തേക്ക് ഇത്തിരി ഉയരമുള്ള കൂട് വെക്കാം. 2-3 തട്ടാക്കിട്ട് വെക്കാ. എന്നിട്ട് കുറച്ച് കുട്ടികളൊരു തരം തള്ളാരൊരു വേറെ, അങ്ങനെയൊക്കെ ആകുമ്പോൾ ശരിയാവും. നമ്മളെ മത്തന് എന്തെങ്കിലും കായുണ്ടോ? ആണും പെണ്ണും കട്ടിട്ടില്ലേ? 2-3 പൂവൊക്കെ വന്ന് കണ്ടു. മത്തവള്ളിയൊക്കെ പണ്ടേ കായ്ക്കേണ്ട സമയമായി. എത്രയാണ്? ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അത് പടുവ മുളച്ചാകൊണ്ടേ മൂപ്പില്ലാത്ത വിത്താവും. അല്ല ഇപ്രാവശ്യം അധികമൊന്നും ഇലയ്ക്ക് വന്നില്ല. അല്ലെങ്കിൽ ഇലയ്ക്ക് ഇങ്ങനെ അതിന് ഇവിടെ ആകുമ്പോ ആരും കാണില്ല. ഇത് കാണാത്തോണ്ടായിരിക്കും ചിലപ്പോൾ. അതാണ് ഇല തിന്നാൻ വരാത്തത്. എന്താ എല്ലാത്തിനും പിടിച്ച് ഒതുക്കിയേക്കണവര്. ഒന്നിനും ഒതുക്കാത്തില്ല. ഒറ്റ ആമ്പ് പോലെ ഇല്ല. മറ്റെത്രയൊന്നും വേണ്ടേ? വള്ളി ഇങ്ങോട്ട് പടന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും അതിന്റെ പൂവെല്ലാം ഇടാവും. ഇപ്പൊ കണ്ട കുമ്പളങ്ങിയാല് പൂവെല്ലാം ഇടാൻ തുടങ്ങിയില്ലേ? അതേപോലെ ഇത് എന്താണാവേ ഇത് വല്ലാതെ പശ കൂടി തോന്നുന്നു. എന്നാ മുളകും തയ്യാളാണെങ്കിൽ ഒന്നും നേരെ വീണില്ല. ഇവിടെ മൊത്തത്തിലൊക്കെ ഒന്ന് ഇളക്കിയല്ല, മണ്ണിളകിയത് കൊണ്ടാണെന്ന് അറിയില്ലേ. അതാവും സംഭവം. ഒരൊറ്റ പൂവലില്ലേ? വല്ലാത്തൊരു കഷ്ടം. ഇത്രയൊന്നും വള്ളി വേണ്ട കായ്ക്കാൻ. അതുകൊണ്ട് ഇല ഇഷ്ടം പോലെ കിട്ടി പ്രാവശ്യം. അതുകൊണ്ട് അത് തിന്നലോ. ഇല വള്ളയിലായി കിട്ടിയാൽ മതി. അല്ല മത്തനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഇവിടെ എല്ലാവർക്കും മത്തൻ്റെ ഇലയാണ്. മത്തനൊക്കെ കുറേ കഴിക്കുമ്പോൾ 2 പ്രാവശ്യം കഴിക്കുമ്പോൾ മത്തം മടുക്കും. ഇല എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പം ഉണ്ടാക്കിയാലും ഇല മാത്രം ഉണ്ടാക്കി കഴിഞ്ഞ് കളയാറില്ല. മത്തൻ്റെ ഇല നമ്മൾ അങ്ങോട്ട് വായിക്കില്ലെങ്കിൽ നമ്മളങ്ങോട്ട് വായിക്കും. കുമ്പളത്തിൻ്റെ ഇലയ്ക്ക് അതല്ല പണി. കുമ്പളത്തിൻ്റെ ഇല ഇങ്ങനെ നുള്ളണം, വലുതാക്കിയിട്ട്. ആ ഇങ്ങനെ നുള്ള. ആ ഇങ്ങനെയാണ്. മത്തൻ്റെ ഇല പോലെ പിച്ചാൻ പാടില്ല. അതങ്ങനെ ഇടണം. നമ്മൾ ചെരങ്ങടയിലും തളിക്കില്ലമ്മ. നമ്മൾ ചിരങ്ങി താളിക്കും, ചെരങ്ങടയില തളിക്കും, കരിമുളകിൻ്റെ ഇല എടുക്കും, കോവയ്ക്കയുടെ ഇല എടുക്കും, എല്ലാ ഇല എടുക്കും. എന്താ ഇത് ചൂടോടെ കഴിക്കല്ലേ ഒരു പിടി ചോറ് കൂടുതൽ അപ്പളക്കപ്പള ഉണ്ടാക്കാം അല്ലേ? കഞ്ഞിവെള്ളം ഒഴിച്ച് താളിച്ച ആ അപ്പം ഉണ്ടാക്കിയാൽ മതി. തിരുമ്പാൻ പാടില്ല മത്തൻ്റെ ഇലയുടെ പോലെ. കുറേ കുമ്പളത്തിൻ്റെ ഇല അവിടെ എത്രേ പറഞ്ഞിട്ടാ. പക്ഷെ കായല്ല, കായ ഉണ്ടാവേ. എന്താ ഇനി കർക്കിടക മാസത്തിൽ കടം കൊണ്ട് കായ്ക്കും മത്തനും കുമ്പളം. അന്നത്തെ ഇഷ്ടം പോലെ കഴിക്കും. അങ്ങനെ നോക്കിയാൽ കടം കൊണ്ടാണ് അങ്ങനെ പറയാ. ഇപ്പോഴൊന്നും കായ്ച്ചില്ലെങ്കിൽ കർക്കിടത്തിൽ കടം കൊണ്ട് കായ്ക്കുക. ഇനി കായ്ക്കാതിരുന്ന ചിലർ പറയും കുമ്പളം വല്ലാണ്ട് വീട്ടിലുണ്ടാവാൻ പാടില്ല, ദോഷമാണ് കുമ്പളം ഉണ്ടായാലേന്ന്. അത് അവനവൻ്റെ സമയത്തിൻ്റെതാ. ചിലരും എന്താ ആദ്യം എൻ്റെ കല്യാണത്തിന് കഴിഞ്ഞ സമയത്ത് എവിടെയായിരുന്നു? പെരപ്പുറത്ത് ഇമാതിരി രണ്ട് ചാക്കൊക്കെ ഉണ്ടായിരുന്നു കുമ്പളങ്ങ. ആർക്കും വേണ്ടാണ്ട് കടയിൽ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ ചില 5 ഉറുപ്പിയും കൂടിയും കിട്ടിയിരുന്നില്ല. എല്ലാം വന്ന്
കുമ്പളങ്ങി മത്തനൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മത്തം ഉണ്ടാവുമ്പോൾ മത്തം പായസം വെക്കലും മത്തം കൊണ്ട് ഉണ്ടാക്കലും എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടാ. എൻ്റെ അച്ഛന് നല്ല ഇഷ്ടാട്ടോ മത്തനേക്കാട്ടും മത്തനും മത്തൻ്റെ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും മത്തല്ലേ. ആ കനാലിൽ കൂടെ അങ്ങോട്ട് പടർത്തി വിടും. എന്നിട്ട് അമ്മ പണിക്ക് പോവല്ലേ, ആൾക്കാർ കുറേ വന്ന് പറിച്ചും കൊണ്ടും പോവും. കുറേ അങ്ങനെയായിരുന്നു. അവസാനം വെട്ടിക്കൊണ്ടതിന് ശേഷം പിന്നെ ഉണ്ടായിട്ടില്ല. അന്നാണ് 10-22 മത്തനെ കനാൽ പണിക്കാരൻ വന്നിട്ട് ഒരൊറ്റ വട്ട വെട്ടിയല് മൂപ്പരന്ന് അവിടെ ഉണ്ട്. പിന്നെ എല്ലാവരും കവറിലിട്ടിട്ട് എടുത്തോണ്ട് വെച്ച് ഒരു പൊടി ചൂടുണ്ടായിരുന്നു. കവറിലിട്ടവരൊക്കെ പുറത്തു കൂടെ എൻ്റെ മത്തമള്ളി അവിടെ തന്നെ ഉണ്ടാവണം പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ അത് പോയിച്ചാൽ അതുപോലെ അവിടെ തന്നെ ഉണ്ടാവണം. എൻ്റെ മത്തനെ അവിടെ കാണണം പറഞ്ഞു. പിന്നെ കനാൽ പണിക്കാർ അവിടെ നോക്കിയിട്ട് നമ്മളെ വെട്ടുള്ളൂ. കൈപ്പയ്ക്കും അതേപോലെ തന്നെ ഒരു പ്രാവശ്യം ചിരങ്ങ ഉണ്ടായിട്ടില്ലേ, ഭ്രാന്ത് പിടിച്ച പോലെ ചിരങ്ങ ഉണ്ടായിക്കണം. എൻ്റെ അമ്മോ, അതൊന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിട്ട് ഈ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താന്നറിയാം, പിന്നെ അതന്നെ നല്ല രസാ. ഉള്ളി മുളക് ഇട്ടിട്ട് വേവിച്ചിട്ടേ ഇവിടെ ചെരങ്ങ താളിക്കില്ലേ, ചെരങ്ങ താളിച്ച ഇവർക്ക് ഇഷ്ടമല്ല. ഉണക്കമീൻ ഇട്ടിട്ട് വറ്റിക്കണം. ഇവിടെ ഇതിനെങ്ങനെയാന്ന് അറിയാം, വറുത്തരച്ചിട്ട് വെക്കാം. ചിക്കൻ്റെ കൂടെ ഇടാം കേട്ടോ. ഒരു പ്രാവശ്യം ചിക്കൻ വാങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ചെയ്യാറുണ്ടല്ലേ അമ്മ, വറുത്തരച്ച് വെക്കുക. ചിക്കൻ വെക്കുന്നതിൻ്റെ കൂടെ വറുത്തരച്ചിട്ടും വെക്കുക, പരിപ്പും ചിരങ്ങിട്ടിട്ടും വെക്കുക. കുമ്പളങ്ങ വെക്കണ പോലെ. മിഞ്ഞാന്ന് രാത്രി തക്കാളിക്കറി വെച്ചതാ, ഓർമ്മയില്ല. അപ്പയ്ക്കും എനിക്ക് വയ്യാതെയില്ലേ, വേണ്ട. തക്കാളിച്ചാറും ഉണക്കമീനും നല്ല രസാട്ടോ. തക്കാളിക്കറി എങ്ങനെയാണെന്നറിയാം, കഞ്ഞിവെള്ളത്തിൽ താളിക്കണം. എന്നിട്ട് അതും ഒരു കൊഴുപ്പൊക്കെ ഇട്ടില്ല ചൂടോടെ കഴിക്കാൻ. ചൂടുള്ള ചോറും പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറികൾക്ക് ഇല്ലേ, സാമ്പാറിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ തട്ടിക്കൂട്ടിയ കറികളാണ് നല്ലത്. ഇതേപോലെ വഴുതനങ്ങയും കൊണ്ടൊരു കറി വെക്കലുണ്ടായിരുന്നു. ഇപ്പോഴൊന്നും പിന്നെ ആ വഴുതനങ്ങ കൂട്ടാൻ വഴുതനങ്ങയും പരിപ്പും ചെറിയുള്ളി ഇട്ടിട്ട് ഇപ്പോൾ. പക്ഷെ അത് മറ്റേത് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന വഴുതനങ്ങയല്ലേ, ചക്കക്കുരു പച്ചക്കളറിലുള്ള വഴുതനങ്ങ നീളത്തിലരിയ. നമ്മുടെ ഇതാട്ടോ, നമ്മുടെ അവിടെ എത്ര പോകുന്ന 2 ചെടിയായി. പക്ഷെ അത് ചെടി അവിടെ നിന്ന് അങ്ങോട്ട് മോളിക്ക് വരുന്നില്ല. അത് ഇവിടെ കൊണ്ടുവെക്കണം. ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ മുളകും തൈ ഒന്ന് പറിച്ചിട്ട് ഇവിടെ കൊണ്ടുവെക്കണം. അതൊക്കെ അവിടെ നല്ല തോണ്ടിയിട്ടേ, അവിടെ തോണ്ടി അവിടുത്തെ കൂടെ വെള്ളം പോവായിരുന്നു കേട്ടോ, വാഷിംഗ് മെഷീനത്തെ സുകന്യയുടെ. അപ്പോൾ അതിങ്ങോട്ട് എടുത്തിട്ട് ഇവിടുത്തെ വേസ്റ്റ് കുഴിക്കാക്കി അത് അവിടെ അങ്ങനെ വെക്കണത്. ഞാൻ 2 മുളകും തെയ്യും നാള് കനാലിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പുറത്തും 2 അങ്ങനെ 4 എണ്ണം, ആ ഭാഗത്തൊരു 3-4 എണ്ണം വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അല്ലേ മത്തമള്ളി വിഴുങ്ങി. ഒന്നും മത്തമള്ളി തച്ചമർത്തുന്നല്ലാണ്ട് അതിലൊരു കായല്ല, കായ വേണം. എന്താ അതിന് മത്തൻ്റെ ഇല മതിയമ്മ. എല്ലാവരും ഇല്ലേ ഇപ്പോൾ അടുത്തുള്ളവർക്ക് തന്നെ മത്തം കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട പറയും. ഈ പച്ചക്കറി വാങ്ങുമ്പോൾ ഈ മത്തം അങ്ങനെ ഇതായിട്ടേ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് മയക്കണം. അല്ലെങ്കിൽ ഇല്ലേ മത്തൻ്റെ ഇല നമ്മൾ അങ്ങോട്ട് മയക്കും. ഇതിങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഞങ്ങനെ കഞ്ഞിവെള്ളം തിളപ്പിക്കുക. കഞ്ഞിവെള്ളത്തിൽ ഈ പച്ചമുളകും ചെറിയുള്ളിയും വേണമെങ്കിൽ ഒരു വെളുത്തുള്ളി ഇട്ടിട്ട് ചതയ്ക്കും. എന്നിട്ട് കഞ്ഞിവെള്ളം പച്ചവെള്ളം പാടെ ഒഴിച്ച് തിളപ്പിച്ചിട്ട് നമ്മൾ അരപ്പ് ഇട്ടിട്ട് ഇത് ഇട്ടൊന്ന് തിളപ്പിച്ചിട്ട് തിളപ്പിക്കണ്ട, അങ്ങനെ അമർത്തിക്കുക. അങ്ങനെ ഇങ്ങോട്ട് അമർത്തിയേക്ക്. ഇത് വല്ലാണ്ട് ഇതായി കഴിഞ്ഞാൽ ചൂടോടെ കഴിച്ചില്ലെങ്കിൽ ഇത് കഴിക്കുകയും ചെയ്യും. അതാണ് ഇതിനുള്ള കുഴപ്പം. എന്താ നമുക്കിത് റെസ്റ്റും അല്ല, വെയ്യാത്ത കൊണ്ടില്ലേ. അമ്മയ്ക്കൊരു പണി ബാധ്യത ചെയ്യുവാന്നല്ലേ. അല്ലേ, എനിക്ക് പണി ബാധ്യതയൊക്കെ. അതുകൊണ്ട് ഞാൻ ഇവിടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം നാളെ രാവിലെ പോകാൻ നിൽക്കണം. മക്കൾക്ക് വയ്യാണ്ടാകുമ്പോഴല്ലേ എന്താ പറഞ്ഞാൽ തള്ളാനുള്ളപ്പോൾ ഓടി വരും നടക്കാൻ വയ്ക്കുമ്പോൾ. ശരി, കഴിഞ്ഞു. എന്താ നമുക്കിങ്ങനെ ഇങ്ങനെ വെറുതെ ഇരുന്നതായിട്ടേ, പക്ഷെ ശരീരം കൊണ്ട് തീരെ വയ്യാട്ടോ. ഒക്കെ ഒന്ന് വേഗം ശരിയാവേ, നാളേക്കൊക്കെ ശരിയാവൂടെ. പനിയും അതിൻ്റെ ഇടയിൽ കൂടെ പനിയും പിടിച്ച പോലെ ഉണ്ട്, ശരീരം മൊത്തം വയ്യ. നമ്മൾ ഈ ഇടയ്ക്ക് ഈ വീഡിയോയിൽ നെഗറ്റീവ് പറയണേ, വയ്യ അത് പറയുമ്പോൾ നമുക്ക് ഇടങ്ങാറ് കേട്ടോ. ശരിയാവും, നാളേക്ക് എനിക്ക് ശരിയാവും. ഞാൻ എന്നാലും അങ്ങനെ കിടക്കൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ
ഇങ്ങനെ പറയാ, അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നീച്ച് നടക്കും അല്ലേ? അല്ല, അമ്മമാരുള്ള കാലം തന്നെയാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും സുഖം ഉണ്ടാവുള്ളൂ. അമ്മമാര് ഇല്ലാത്ത കാലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതൊക്കെ എത്ര വയ്യെങ്കിലും തല പൊന്തണെങ്കിലും നമ്മൾ നീച്ച് ചെയ്യണ്ടേ? അതാണ് പറയുന്നത് കെട്ടിയന്മാരോട് വല്ല പണിയും പഠിക്കാന്. അവർക്ക് അല്ലാതെ തന്നെ പണി, അടുക്കള പണി എന്നാ ഞാൻ അവർ അടുക്കളയിൽ പണി എടുത്തോട്ടെ, പുറത്തു കൂടെയുള്ള പണി നമുക്ക് പോയിരിക്കാം. അല്ല അപ്പൊ എന്താ, അവർക്ക് അവരുടേതായ പണി. ഞാൻ വെറുതെ പറയട്ടോ, അവർക്ക് പറ്റണത് അവര് ചെയ്യും. പറയാ നമുക്ക് രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോക്കും വെയ്യ പറഞ്ഞിട്ട് ഇതാവലും ഒക്കെ പാടയുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇനിയിപ്പോൾ അത് ഇത് താളിക്കിന് കാണിക്കില്ലല്ലോ, പിന്നെ ഉച്ചാകുമ്പോൾ കാണിക്കാം പോരെ. അപ്പോൾ ഇപ്പോൾ താളിച്ച് വെച്ചാൽ പിന്നെ ഉച്ചാകുമ്പോഴേക്ക് പറ്റില്ലേ. അപ്പോൾ നമ്മൾ നാളെ നല്ല വിശേഷമൊക്കെ ആയിട്ട് നാളെ കാണാം. ഉഷാറാവട്ടെ നാളെയും വെച്ചിട്ടോ. അല്ലേ?